വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. LGSന്റെ റിവിഷൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോ നമ്മള് 8 ദിവസം കഴിഞ്ഞു. 9ാമത്തെ ദിവസത്തെ റിവിഷനാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ടീച്ചർക്ക് കോൾഡ് ഉണ്ട്, അപ്പൊ ശബ്ദത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പനി മാറിയിട്ട്. അപ്പോ ശ്രദ്ധിക്കാൻ കുറച്ച് എന്താ പറയാ, ശബ്ദം കുറവുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. അപ്പോ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തുടങ്ങുമ്പോ അതിൽ പറയണത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് അല്ലെങ്കിൽ ഭരണഘടന എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഒരു ജനാധിപത്യ രാജ്യം, ഏത് ജനാധിപത്യ രാജ്യമായാലും ആ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ നിയമസംഹിതയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് ഉദാഹരണമാണ് നമ്മുടെ രാജ്യം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്, അറിയാലോ. ഇനി ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ, ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യത്തിന്റെ പേര് ഗ്രീസാണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ വിളിക്കുന്നതും ഗ്രീസിനെ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ഏതാന്ന് ചോദിച്ചാൽ ചൈനയിലെ നാഷണൽ പീപ്പിൾസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റാ ചോദിക്കണേ വെച്ചാൽ ചൈനയിലെ നാഷണൽ പീപ്പിൾസ് ആണ് നമ്മള് ഉത്തരം പറയേണ്ടത്. ക്ലിയർ ആയില്ലോ? ഇനി നമ്മളോട് ചോദിക്കാറുണ്ട് പലതരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച്. എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, എഴുതപ്പെടാത്തത് അൺറിട്ടൺ ഉണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതുണ്ട്, റിജിഡ് ഉണ്ട്, ഫെഡറൽ ഉണ്ട്, ക്വാസി ഫെഡറൽ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട്. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അഥവാ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അമേരിക്കയുടെ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന ആളാണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി. ഇനി ഇന്ത്യയില് ഭരണഘടന എന്ന് പറയുന്ന ആശയം, ഇന്ത്യ ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നതും എവിടെ നിന്നാണ്? ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തിരിക്കുന്നതും എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഭരണഘടന എന്ന് പറയുന്ന ആശയം ഉദയം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഭരണഘടനയാണ്, സോറി, നമ്മുടെ അമേരിക്കയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ചെറുതും ദൃഢവുമായ ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടെ ആണെങ്കിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ആരുടെയാണ് എന്ന് ചോദിച്ചാൽ, വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ്? ഇന്ത്യയുടെ ഭരണഘടനയാണെന്ന് പറയും. ഇനി അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഏതൊക്കെയാണ്? ബ്രിട്ടന്റെ എഴുതപ്പെടാത്തതാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ട്ടോ, അതുപോലെ തന്നെ ന്യൂസിലൻഡ്, ഇവരുടെയൊക്കെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ എളുപ്പം മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടനയെ നമ്മൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ വിളിക്കുക. ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണവും ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇനി റിജിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? എളുപ്പം മാറ്റം വരുത്താൻ സാധിക്കാത്തത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അമേരിക്ക, അതുപോലെ തന്നെ കാനഡ, അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ്, അതുപോലെ ഓസ്ട്രേലിയ, ഇവരുടെയൊന്നും ഭരണഘടന എളുപ്പം മാറ്റം വരുത്താൻ പറ്റിയിട്ടുള്ളതല്ല എന്നോർക്കുക. ഇനി റിജിഡ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിച്ചിരിക്കുന്നു. എന്നാൽ സംസ്ഥാനങ്ങൾക്ക്, സ്റ്റേറ്റിന് സ്വയം ഭരണാധികാരമുണ്ട്, അതാണ് ഫെഡറൽ. അപ്പൊ സ്റ്റേറ്റിന് സ്വയം ഭരണാധികാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. ഉദാഹരണം അമേരിക്കയുടെയാണ്. എന്നാൽ ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരമൊക്കെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ എന്താണ്? ഓരോ സംസ്ഥാനങ്ങളുടെ മേലിലും ആർക്ക്? സെൻട്രൽ ഗവൺമെന്റിന് നിയന്ത്രണങ്ങൾ ഉണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ രൂപീകരണത്തെ കുറിച്ച് പഠിക്കുകയാണ്. 1946 ക്യാബിനറ്റ് മിഷന്റെ, നമ്മളത് പഠിച്ചതാണ്,
ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടന എന്ന് പറയുന്ന ഒരു ആശയം വന്നതും അങ്ങനെ ഭരണഘടന രൂപീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചതും ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് ക്ലെമന്റ് ആറ്റ്ലി പറഞ്ഞുവിടുകയുണ്ടായി. അവരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ 1946 ഡിസംബർ മാസം 6 ഇന്ത്യയിൽ ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി അങ്ങനെയാണ് പറയാ, കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി അഥവാ ഭരണഘടന നിയമനിർമ്മാണ സഭ നിലവിൽ വന്നു 1946 ഡിസംബർ 6. അതിൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ 389 അംഗങ്ങളിൽ 17 പേര് വനിതകളായിരുന്നു. 17 വനിതകൾ കൂടാതെ 17 മലയാളികളും ഉണ്ടായിരുന്നു. ഇനി അതിന് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചു പോയപ്പോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങളുടെ എണ്ണം 299 കുറയുണ്ടായിരുന്നു കൂടി ഓർത്തു വെക്കുക. എത്രയായിട്ട് കുറഞ്ഞു? 299 കുറയുണ്ടായിരുന്നു. ഓർത്തു വെക്കുക, അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബർ 9 നടന്നത്. ഡിസംബർ 9 ഇവരുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുകയാണ്. വേദി എവിടെയായിരുന്നു? ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളായിരുന്നു. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളിലായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. നിലവിൽ അത് പാർലമെന്ററി ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ആദ്യത്തെ മീറ്റിംഗിൽ 207 പേർ പങ്കെടുത്തു. ഇതിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. അതിലെ താൽക്കാലിക അധ്യക്ഷൻ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അതിന്റെ താൽക്കാലിക അധ്യക്ഷൻ. താൽക്കാലിക ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഫ്രാങ്ക് ആന്റണി ആയിരുന്നു താൽക്കാലിക ഉപാധ്യക്ഷൻ എന്ന് ഓർത്തു വയ്ക്കാം. ഇതിലെ എന്താ പറയുന്നത്, സ്ഥിര അധ്യക്ഷനായിരുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ. ഇനി സ്ഥിര ഉപാധ്യക്ഷന്മാർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HC മുഖർജി. ആരാണ്? HC മുഖർജി. കൂടാതെ VT കൃഷ്ണമാചാരി തുടങ്ങിയവരാണ്. VT കൃഷ്ണമാചാരി തുടങ്ങിയവരാണ്. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയ്ക്ക് ഒരു നിയമ ഉപദേശകൻ ഉണ്ടായിരുന്നു. ആ നിയമ ഉപദേശകന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം BN റാവു ആയിരുന്നു. ആരാണ്? BN റാവു ആണ് നിയമ ഉപദേശകനായിട്ടുണ്ടായിരുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ പ്രധാന മലയാളികളായിരുന്നു ആരൊക്കെ? ആനി മസ്ക്രീൻ. മലയാളികൾ പ്രധാന 17 മലയാളികളിലെ 3 സ്ത്രീകളായിരുന്നു. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവർ. അപ്പൊ ഭരണഘടനാ നിയമനിർമ്മാണ സഭയില് 17 മലയാളികൾ. 17 മലയാളികളിലെ പ്രധാനപ്പെട്ട 3 സ്ത്രീകളാണ് ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആനി മസ്ക്രീൻ തിരുവിതാംകൂർ എന്നുള്ള ആളായിരുന്നു. മദ്രാസിൽ നിന്നാണ്. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസ് പ്രവിശ്യയിൽ നിന്നാണ്. ഈ ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ ആദ്യമായി പ്രീ ഡിഗ്രി പാസ്സായ SC/ST വനിതയാണ് എന്നും കൂടി ഓർത്തു വയ്ക്കാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 വനിതകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമാണ് സരോജിനി നായിഡു, ഹൻസ മേത്ത, അവരൊക്കെ അതിൽപ്പെടുന്നതാണ് ഇവരൊക്കെ കേട്ടോ. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ പ്രധാനപ്പെട്ട 22 കമ്മിറ്റികളിൽ പ്രധാനപ്പെട്ട 13 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ആ 13 കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ പേര് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നായിരുന്നു. ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് ഓർക്കുക. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രത്യേകത എന്താ? 1947 ഓഗസ്റ്റ് മാസം 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 7 പേരാണ്. BR അംബേദ്കറെ കൂടാതെ ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, DP ഗെയ്താൻ, DM മിത്തല, മുഹമ്മദ് സാദുള്ള, KM മുൻഷി എന്നിവരൊക്കെ തന്നെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പ്രധാന അംഗം ഡോക്ടർ BR അംബേദ്കർ ആണ്. അതിന്റെ ചെയർമാൻ BR അംബേദ്കർ ആണ്. എപ്പോഴും ചോദിക്കാറുള്ളത്
ഇദ്ദേഹത്തിന്റെ പേരാണ്. ഈ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അഡ്വൈസറി ബെഞ്ചിനെ ഹെഡ് ചെയ്തിട്ടുള്ള ആളും ആരെന്നെയാണ്? നേരത്തെ പറഞ്ഞ ബി എൻ റാവു എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ബി.എൻ. റാവു. നിയമ ഉപദേശകൻ ആരായിരുന്നു? ബി.എൻ. റാവു എന്ന് തന്നെയായിരുന്നു പറയേണ്ടത് കേട്ടാ. ഇനി അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സമ്മേളനം 11 സെക്ഷനുകളിലായിട്ട് നടന്നു. 165 ദിവസം സമ്മേളനം നടക്കേണ്ടായി. അങ്ങനെ 2 വർഷം 11 മാസം 18 ദിവസം കൊണ്ട് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ രൂപീകരിച്ച ഭരണഘടന 1949 നവംബർ മാസം 26 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആ ഭരണഘടന അംഗീകരിച്ചത്. ഈ നവംബർ 26 നാഷണൽ ലോ ഡേ അഥവാ ദേശീയ നിയമദിനം അല്ലെങ്കിൽ ദേശീയ ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പേഴ്സ് ഭരണഘടന സൈൻ ചെയ്യണ്ടായി. സൈൻ ചെയ്തത് 1950 ജാനുവരി മാസം 24 ഭരണഘടനയിലെ 284 അംഗങ്ങളാണ് സൈൻ ചെയ്തത് എന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന് ചോദിച്ചാൽ 1950 ജാനുവരി മാസം 26 എന്ന് ഓർക്കുക. അങ്ങനെ 1950 ജാനുവരി മാസം 26 ഈ ജാനുവരി 26 എടുക്കാൻ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1930 ജാനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കേണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് ജാനുവരി 26 തെരഞ്ഞെടുത്തത് കേട്ടോ. അപ്പൊ ഒരു കൺട്രി എപ്പോഴാണ് റിപ്പബ്ലിക് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണ് ഒരു രാജ്യം റിപ്പബ്ലിക് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തമായി ഒരു ഭരണഘടന രൂപീകരിക്കുകയും ആ രാജ്യത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു തലവൻ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ആ രാജ്യം റിപ്പബ്ലിക് ആവുക എന്ന് കൃത്യമായിട്ട് ഓർത്തുവെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ്. ഈ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു എന്നും 22 പാർട്ട് ഉണ്ടായിരുന്നു എന്നും 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു എന്നും കൂടിയും ഓർത്തു വെക്കണം. ഇനി നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. ആ ഭരണഘടനയുടെ തലവൻ ആര് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ തലവൻ ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രസിഡന്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ തലവൻ എന്ന് പറയും. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര് എന്നാ ചോദിക്കണേ വെച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകന്റെ പേര് സുപ്രീം കോർട്ട് എന്നാ പറയും. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നും നമ്മൾ പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു, ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി തലവനായുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. റിപ്പബ്ലിക്കിന് ഉദാഹരണം ആരൊക്കെയാണ്? ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ റിപ്പബ്ലിക്കിന് ഉദാഹരണമാണ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ പ്രിയാമ്പിളിലാണ് എന്ന് നമ്മൾ പറയണം. പ്രിയാമ്പിൾ അതായത് നമ്മുടെ ആമുഖത്തിലാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പറയുന്നത് എന്നും കൂടി ഓർത്തു വെക്കാട്ടോ. ഇത്രയാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ ഞാൻ ഇനി ആമുഖം കൂടെ പറയണമെന്നാ വിചാരിച്ച, പക്ഷെ ശബ്ദം തീരെ പറയാൻ പറ്റുന്നില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ടോപ്പിക് എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. എങ്ങനെയായാലും 30 ദിവസത്തിനുള്ളിൽ നമ്മൾ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യും. അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ടീച്ചറുടെ ശബ്ദം കൃത്യമായിട്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ കാര്യങ്ങളൊക്കെ പഠിക്കുക. നാളെ നമുക്ക് സോഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനും പ്രിയാമ്പിളും അല്ലെ, അതുപോലെ തന്നെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റും കൂടി പഠിച്ചു വെക്കാട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ. ടീച്ചറുടെ ശബ്ദം ശരിയല്ലാത്തതുകൊണ്ടും പനി പൂർണ്ണമാവാത്തതുകൊണ്ടുമാണ് ടീച്ചർ ആ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞത് എടുക്കാതിരുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നിങ്ങൾ പ്രിയാമ്പിൾ എന്തൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി. നാളേക്ക് ടീച്ചർ പറ്റുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് മുഴുവനായിട്ട് നമുക്ക് പറയാം കുറച്ചധികം, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് പൗരത്വം, ഇത്രയും കാര്യം പഠിക്കുക. ഫണ്ടമെന്റൽ റൈറ്റും സിറ്റിസൺഷിപ്പും പ്രിയാമ്പിളും സോഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനും ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അപ്പൊ അത് പരമാവധി പറ്റണത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.